ഹലോ ഗായ്സ്, നമുക്കിതൊരു മിനി ബുക്ക് ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഞങ്ങളിത് അവിടെ ഒരു A4 ഷീറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ ഇങ്ങനെ മടക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടയാളത്തിനനുസരിച്ച് നമുക്കറിയാമല്ലോ. നിങ്ങൾക്ക് എത്ര വലിയ നോട്ട്ബുക്കാണോ വേണ്ടത് അത്രയും വലുതായിട്ട് നമുക്ക് മടക്കി കൊടുക്കാം. ഞങ്ങളിപ്പോൾ ഒരു മിനി ബുക്കാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്ര വലുപ്പത്തിലാട്ടോ ഞങ്ങൾ മടക്കി കൊടുത്തിട്ടുള്ളത്. അത് ഫുള്ളായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ കിട്ടും കേട്ടോ, കട്ട് ചെയ്തെടുത്താൽ. അങ്ങനെ ഇതാ ഞങ്ങൾ ഫുള്ളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒന്നൊന്നായിട്ട് ഒട്ടിച്ച് കൊടുക്കാം. ഇതാ പശ തേക്കുക, ഒട്ടിക്കുക, പശ തേക്കുക, ഒട്ടിക്കുക, അങ്ങനെ ഫുൾ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഒട്ടിച്ചെടുക്കുമ്പോഴാണ് നമുക്കൊരു ബുക്കായിട്ട് അത് കിട്ടുക. അങ്ങനെ ഇതാ ഞങ്ങൾ ഫുൾ ഒട്ടിച്ചിട്ട് ലാസ്റ്റ് പീസും കൂടി ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കെന്താ ഇത് നോർമലായി കണ്ട അതിനൊരു ഇതില്ലല്ലോ. അപ്പോൾ നമുക്കൊന്ന് ക്യൂട്ടായി കൊടുക്കാം. ഞങ്ങളിവിടെ ഒരു ബ്ലൂ ടീമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ബ്ലൂ സ്കെച്ച് കൊണ്ട് ഞങ്ങൾ പാറ്റേൺസ് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഏത് ടീമിലാണെങ്കിലും ആക്കാം. നിങ്ങൾക്കിപ്പോൾ പിങ്ക് ടീമാണ് വേണ്ടതെങ്കിൽ പിങ്ക് സ്കെച്ച് കൊണ്ട് വരക്കാം. ഏത് പാറ്റേൺ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഞങ്ങളിവിടെ ബ്ലൂ എടുക്കണമെന്നേ ഉള്ളൂ. എന്നിട്ട് ഇതാ ഞങ്ങൾ ബ്ലൂ സ്കെച്ച് കൊണ്ട് ഇങ്ങനെ വരച്ച് കൊടുത്തതിന് ശേഷം നമ്മളെ മെയിൻ താരം കവായ് സ്റ്റിക്കർ. നിങ്ങൾക്ക് ഇങ്ങനെയൊന്നും നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ലല്ലോ. കാരണം നമ്മൾ അത്രയും സന്തോഷത്തോടെ വാങ്ങിയൊരു സ്റ്റിക്കറാണിത്. എന്നിട്ട് ഇതാ ഞങ്ങൾ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വേറൊരു മിനി സ്റ്റിക്കർ കൂടി ഇതിൻ്റെ കൂടെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ആണെങ്കിൽ ഗൈസ് എങ്ങനെയൊക്കെ എടുത്ത് ഒട്ടിച്ചു അവസാനം ഇതാ അപ്പോൾ ക്യൂട്ടായി വന്നിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ ബൈ.